നെഞ്ചിനുള്ളിൽ ആരാ? നമ്മൾ പാടുന്നുണ്ട് ഷാഫിയുടെ ശബ്ദത്തിൽ, നെഞ്ചിനുള്ളിൽ നെയ്യാണ് ആര്? ഈ മാണിക്കല്ലേ അല്ലേ? ഇതാണ് അവർ നമ്മളൊന്നിൽ വ്യത്യാസം ഉണ്ടായത്. അപ്പൊ ആളുകൾ നന്നാനുള്ള മാർഗം എന്താകും? അള്ളാഹുവിനെ പേടിക്കുന്നതിനോട് സ്നേഹിച്ചാൽ മതി. ഒന്നുകൂടി ഞാൻ പറയാം. മുമ്പേ ഞാൻ ചാവക്കാട് ഞങ്ങളുടെ ഭാഗത്ത് ഈ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസം. അത് പറയാൻ വേണ്ടി പറയില്ല, ഉദാഹരണത്തിന് പറയാം. ഇവിടെ ഉണ്ടാകുന്ന പരിപാടി ഉണ്ടോ? മൈലാഞ്ചി കല്യാണം ഉണ്ടോ? ഇല്ല. മാണിക്കല്യാണം പറയുന്നത് ഉണ്ടോ? പറഞ്ഞില്ല. ഈ മൈലാഞ്ചി കല്യാണം ഉദ്ദേശിച്ചതേ മൈലാഞ്ചിയോട് ബിരിയാണി എപ്പോഴല്ല കേട്ടോ. അത് ചുമ്മാ ഒരു മൈലാഞ്ചി കിട്ടും. പക്ഷേ 10 മണി നേരം വരെ വലിയ ഓഡിറ്റോറിയങ്ങളിൽ 2 ലക്ഷം രൂപയൊക്കെ പൊളിച്ച് വലിയ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു. അതിനെപ്പറ്റി പറയാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ശേഷം ഒരു 9:30 കഴിഞ്ഞാല് ആളുകളൊക്കെ അള്ളാഹിന്റെ വർക്കത്തോട് നിങ്ങളുടെ ഒരുപാട് പ്രാണികളെ ഞാൻ ആൾക്കാരില്ല. ആരോഗ്യം വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമീ. പ്രാണികൾ നിന്നിട്ട് നാടൊക്കെ മാറ്റി കിട്ടി. ആ KNSന്റെ വായക്കപ്പോയ പാട്ട് നടക്കും. നല്ല ഗംഭീര പരിപാടിയാണ് മുമ്പ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. സാരില്ല, 3 കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള പിന്നെന്ന്. അപ്പൊ എന്താ പറഞ്ഞു, ഈ 9 മണി കഴിഞ്ഞാല് ഈ ചാലക്കുടിയിൽ തൃശ്ശൂർ അങ്കമാലിയിൽ നിന്നൊക്കെ ഒരു കേസ് വരുന്നുണ്ട്. കേസ് പെട്ടി 7,000-8,000 രൂപയ്ക്കുള്ള പെട്ടിയാ. ജോലി വാക്കുകൾ മനസ്സിലായില്ല. കുറച്ചുവരെയും മഴയിലുണ്ണി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ജോലി വാക്കുകളൊക്കെ മനസ്സിലായില്ല. ഈ മദ്യത്തിന്റെ പെട്ടി ഇവരുകൊണ്ട് കഴിക്കും. ഞാൻ അത് പറയാനല്ലത് പറഞ്ഞു. ഞാൻ അങ്ങനെ യുവാക്കളെയോ സ്ത്രീകളെയോ ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നോട് യൂട്യൂബിലൊക്കെ സെർച്ച് നോക്കിയ പ്രസംഗം ഒരുപാടുണ്ടല്ലോ. അതിപ്പോ വേദന സ്ത്രീകൾക്കാണ് കുറ്റം. അത് ശരിയാണെങ്കിലും അത് മൈക്കെട്ടി വിളിച്ചു പറഞ്ഞ കാര്യമില്ല. അതാണ് എന്റെ വ്യക്തിയുടെ അഭിപ്രായം. പറയുന്നതേ വ്യക്തിയല്ല. അതുപോലെ യുവാക്കളൊക്കെ മോശമാണ്, സ്ത്രീകളൊക്കെ മോശമാണ്. ഈ മോശമാണ് എന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ 20 കൊല്ലായി ഇല്ലേ? 20 കൊല്ലം ഇത് പറയാൻ കിട്ടും. തരാമായിരുന്നു. ആരും മോശക്കാരും വല്ല ഒന്നില്ല. അള്ളാഹു എല്ലാവരും സ്വാധീനങ്ങളാക്കട്ടെ. ഒരു നന്മ ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും. അതിനെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ചിന്മയല്ല നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, നന്മയാണ്. അപ്പൊ ഇവർ മദ്യം കഴിക്കുന്നത് നല്ലതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവര് ഈ വാപ്പായോ ഈ ഓഡിറ്റോറിയത്തിന്റെ മാനേജറോ നിങ്ങൾ വന്നാൽ അത് മാറ്റും. അറിയാത്ത മാതിരി മുഖമൊക്കെ തുടച്ചിട്ട് സെറ്റപ്പായിരിക്കും. അവരോട് പോയാലോ പിന്നെ കൊടുക്കും. നിങ്ങളാരും ഈ കുട്ടികൾക്ക് അള്ളാഹു വിശ്വാസമില്ലാത്തതൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹമില്ലാത്തവരല്ല, വെള്ളിയാഴ്ച പള്ളിക്ക് പോകാത്തവരല്ല. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? വാപ്പാനെ കണ്ടപ്പോൾ അവർ മാറ്റി വെച്ചു. വാപ്പ വയപ്പെടുത്തു വെച്ചു. നോക്ക്, ഇവൻ അമ്മാക്ക് വേണ്ടി കബറും മാഷൊക്കെ വെള്ളം കേട്ടാളാണ്. അപ്പൊ എന്താണ് ഇതിന് ശരിക്കും മനസ്സിലാക്കുക? പേടിക്കുന്ന അള്ളാഹു ഇവിടെ സ്ഥലത്തില്ല. അതൊന്നും പേടിക്കുന്നവരില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നമ്മുടെ മദ്രസയിലെ, സ്കൂളിലെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മക്കൾ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞനുസരിക്കുന്നത്? ഇപ്പോഴത്തെ മക്കൾ എന്താ പറഞ്ഞനുസരിക്കുന്നത്? മേശയുടെ ഉള്ളിൽ നല്ലൊരു വടി ഉണ്ടാവും. എഡ്യൂക്കേഷൻ ട്രെയിനിങ് റൂൾ പ്രകാരം, സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രെയിനിങ് റൂൾ പ്രകാരം വടി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. വടിയല്ല വേണ്ടത്, ഇതേപോലത്തെ വലക്കെ ഉണ്ടായാലും ശരിയാവില്ല. അവ ഇത് പേടിച്ചിട്ടാണ് കുട്ടി പലപ്പോഴും പറഞ്ഞത് അനുസരിക്കുന്നത്. ഉസ്താദിന്റെയോ വാപ്പയുടെ ശരിയെന്ന് ഉമ്മയുടെ അസാന്നിധ്യത്തിൽ ഇല്ലാത്തപ്പോൾ ഇവരനുസരിച്ചുകൊള്ളുന്നില്ല. ആരെയാണോ നമ്മൾ ഭയപ്പെടുന്നത് അയാളുടെ മുന്നിൽ നമ്മൾ അനുസരിക്കുള്ളൂ. അള്ളാഹ് പേടിച്ചിട്ട് അള്ളാഹ് നമ്മുടെ മുമ്പിലില്ല, സത്യത്തെ നമ്മുടെ മുമ്പിൽ കാണില്ലല്ലോ. നല്ല ബുദ്ധിയായി നമ്മുടെ മുന്നിൽ അഭിനയിച്ചാലും കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് www.com എന്നടിച്ചാൽ എന്തും കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാവരും കാണുന്നുള്ള അർത്ഥത്തിലില്ല. അപ്പോൾ ഉപ്പയോ ഉമ്മയോ വഴിക്ക് വന്നാൽ അത് അതിന്റെ മോണിറ്റർ പെട്ടെന്ന് മാറ്റാൻ പറ്റും. അതൊക്കെ അവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് മോണിറ്റർ മാറ്റി നിങ്ങൾ കാണുന്നത് അള്ളാഹ് ശരീഫിന്റെ കുപ്പയായിരിക്കും.
അങ്ങനെ മാറ്റാൻ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് മാറ്റിയത്? ഉമ്മ കണ്ടാൽ പേടിയാണ്, വാപ്പ കണ്ടാൽ പേടിയാണ്. അപ്പൊ ഇത് മാറ്റുമ്പോഴും അള്ളാഹു കാണുന്നുണ്ടല്ലോ. അള്ളാഹു വാപ്പിക്കില്ല, അതൊന്നും കാണില്ല. പക്ഷെ അള്ളാഹ് പേടില്ല. കാരണം അള്ളാഹു അടുപ്പില്ല. ഇതാണ് ഒരാളെ ഭയപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. എന്നാൽ നിങ്ങൾ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യൂ. ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം ഞാൻ പറയുന്നു. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു. ഇവിടെ കള്ളു കുടിക്കുന്ന ഈ ഉള്ളാടങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിം അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു ബോധം നൽകട്ടെ. അവന് ദീൻ ഇസ്ലാം പുറത്താക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ നല്ല കള്ളുടിയാണ്. പക്ഷെ അയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, മഞ്ചേരിയിലുള്ളതാണ്, അല്ലെങ്കിൽ കോട്ടക്കലുള്ളതാണ്. ഒരു പെൺകുട്ടി അവനെ സ്നേഹിക്കുന്നുണ്ട്. അവന് കരുതിക്കോളോ. എല്ലാവർക്കും സന്തോഷം തോന്നിയത് പറഞ്ഞ പോലെ അവള് വിളിച്ചു പറയാണ്, എന്താ SKSF ഉള്ളാടം മുമ്പിൽ പരിപാടി നടക്കണ്ടല്ലോ, നീ എന്നാ പരിപാടിക്ക് പോകണം. കള്ളുടിയോട് ആരാ പറഞ്ഞു? നീ വരുന്നുണ്ടാ? ഞാനില്ല, നീ പോണം. നീ പോണം എനിക്ക് താല്പര്യം. ഉമ്മനിങ്ങളെ മകരിക്കായി അങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ കിടക്കല്ലാന്ന് പറയും. ആ കൊല്ല കുറച്ചെല്ലാം വീട്ടിൽ അവളെന്നോട് പറഞ്ഞതല്ലേ, വേണമെങ്കിൽ അവന് പോകാതിരിക്കാം. ആ പെൺകുട്ടി അറിയില്ല. അവള് കോട്ടക്കല, അവള് മഞ്ചേരിയില, ഇവൻ ഇവിടെയാ. ഇവൻ ഇന്ന് പോയി എന്നതാണ് വേണമെങ്കിൽ നുണ പറയാം. അവളത് വിശ്വസിക്കും. പക്ഷേ പ്രണയം സത്യമാണെങ്കിൽ, പ്രേമം അത് പ്യൂർ ലവ് ആണെങ്കിൽ അവനിങ്ങോട്ട് വരും. അവന്റെ കാലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം സ്നേഹിക്കുന്ന ആള് അടുത്തുണ്ടാകണമെന്നില്ല. 1000 കാത മകലയാണെങ്കിലും മായാതെ നിൽപ്പു മക്ക. എത്ര അകലാണ് നമ്മൾ സ്നേഹിക്കുന്ന ആൾ പറഞ്ഞ് നമ്മൾ അനുസരിക്കും. ഇത് സ്നേഹത്തിന്റെ ശക്തിയാണ്. ഇതായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അല്ലാഹുവിനെ സ്നേഹിക്കുകയായിരുന്നു. നമുക്ക് പേടി മാത്രമേ ഉള്ളൂ. ഔലിയാക്കന്മാർ അല്ലാഹുവിനെ സ്നേഹിച്ചു. അപ്പൊ പിന്നെ ഏത് ഘനാന്തകാലത്തിലും ഏത് ഇരുട്ടിലും പരിശുദ്ധ റമദാനില് വീട്ടുകാർ പുറത്തേക്ക് പോയിരിക്കുകയാ, മക്കൾ സ്കൂളിലാ, അടുക്കളയിലേക്ക് ചുമ്മാ ഒന്ന് കയറി, ഫ്രിഡ്ജ് കണ്ടോ ചുമ്മാ ഒന്ന് തുറന്നു, അവിടെ നോമ്പ് തുറക്കാനുള്ള ജ്യൂസ് ഇരിക്കുന്നുണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഇരിക്കുന്നുണ്ട്, എടുത്തു. അതിന്റെ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ ആ വെള്ളത്തിന്റെ ഹിമത്തണുപ്പ്, വെള്ളത്തിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പ് കൈയിലൂടെ അരിച്ചു കയറി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ജനലൊക്കെ അടച്ചിട്ടുണ്ട്, ആരും കാണില്ല. മുമ്പനിങ്ങൾ എല്ലാവരും കുടിച്ചാൽ ആരെങ്കിലും അറിയും. പള്ളിയിൽ അങ്ങ് നോമ്പാക്കാൻ മുമ്പ് ഇയാളോട് മുമ്പിലോ ആരെങ്കിലും പറയോ? പറയാം ഇല്ലാന്ന് പറയും. ആണ്ടിക്കല്ലുകള് അല്ല ആണിക്കല്ലുകൾ പറയും. ഇല്ല, ഭാര്യ വന്നാൽ ഇയാൾക്ക് മനോഹരമായി ചിരിച്ചൂടെ? അഭിനയിക്കാം. പക്ഷേ ആരും കാണാത്ത ഏകാന്തതയിൽ ഒരാളും കാണുന്നില്ലെങ്കിലും ഇവൻ ആ ഗ്ലാസ് പ്രണയമുണ്ടെങ്കിൽ താൻ സ്നേഹിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, എന്റെ പ്രാണേശ്വരൻ ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന നാഥനല്ലേ, അതുകൊണ്ട് ഈ ഗ്ലാസ് അവൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് അടച്ചു കളയും. സ്നേഹത്തിന്റെ ശക്തിയാണ്. നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ഇബാദത്ത് അതുപോലെ ഹറാമ് ചെയ്യുന്നത് പേടി മാത്രമേ ഉള്ളൂ. കാരണം ശിക്ഷ ഖബറിലല്ലേ വരൂ എന്നതുകൊണ്ടാണ്. മുമ്പ് നിങ്ങൾ പറയൂ, അള്ളാഹനെ പേടിച്ച മതിയോ? ഖബർ മഹ്ശറിൽ മാത്രം വാഴന്റെ വിഷയമാക്കിയ മതിയോ? പരലോകം മാത്രം ചർച്ച ചെയ്താൽ മതിയോ? അള്ളാഹു സ്നേഹമല്ലേ? പരിശുദ്ധ ഖുർആനിലെ 17 പേജ് പറയുമ്പോ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഞാനല്ലയോ നിങ്ങൾക്ക് മഴമേഘങ്ങളെ ഘനീഭവിപ്പിച്ച് മഴനാരുകളെ ഭൂമിയിലേക്ക് ഇറക്കി തന്നത്, നിങ്ങളുടെ സസ്യലതാദികൾ മുട്ടിമുളച്ചത്, നിങ്ങൾക്ക് ഫലമോയിഷ്ടമായ വിഭവങ്ങൾ സമ്മാനിച്ചത് നാമല്ലയോ? അള്ളാഹു വാത്സല്യത്തോടെ ചോദിക്കും. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണോ നിങ്ങളെ? നമ്മള് പെരുത്ത് താല്പര്യമാണോ നിങ്ങളെ? നമ്മൾ ആരും നരകത്തിൽ പോണെന്ന് പടച്ചോന് ഇഷ്ടമില്ല. നിങ്ങളെ നരകത്തിന്റെ വക്കിൽ നിന്നെങ്ങനെങ്കിലും സ്വർഗത്തിലേക്ക് വലിച്ചിടാ, എന്റെ അടിമയ്ക്ക് ഒരവസരം കിട്ടുമോ എന്ന് ആലോചിക്കുന്നവനാണ് കരുണക്കടലായ തമ്പുരാൻ. ഈ തമ്പുരാനോട് എതിരിയാൻ പറ്റൂ? അങ്ങനെയൊന്നും ആലോചിച്ചു. ഈ തമ്പുരാനെ നിസ്കരിക്കാതെ നമുക്ക് സുബഹിക്ക് കിടന്നുറങ്ങാൻ പറ്റൂ? ആലോചിച്ചു.
കയ്യിലൊരു പാട് വന്നാൽ മതി, കയ്യിലൊരു പാട്. ചെറുപ്പക്കാരെ, ഞാൻ വരുന്ന ചാവക്കാട് ചെറ്റുവായി നിങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും പത്രത്തിലും വായിച്ചിട്ടുണ്ടാകും. 2 ആഴ്ചകൾക്ക് മുമ്പ് എന്റെ കൂടെ വന്നവന്റെ മൊബൈലിൽ അതിന്റെ ചിത്രമുണ്ട്. നമ്മുടെ മാണിക്യക്കല്ലുകളായ 4 ചെറുപ്പക്കാർ 2 ബൈക്കിൽ സഞ്ചരിച്ചു. ചെറ്റുവ പാലത്തിന്റെ അപ്പുറം വലിയ സ്പീഡിലായിരുന്നു. 2ഉം തമ്മിൽ കൂട്ടിമുട്ടി. 4 ആളും തെറിച്ച് പുറത്തേക്ക്. അതിൽ ഒരാൾ ചാടിയത് മറുവശത്തൂടെ കടന്നുപോയ ടാങ്കർ ലോറിയുടെ അടിയിലേക്ക്. പിറകിലെ ടയർ അവൻ ഒഴിഞ്ഞു മാറുന്നതിന് മുമ്പ് തലകുത്തി വീണ അവന്റെ അരക്ക് മുകളിലൂടെ കയർ വീഴി. അവന്റെ വയറ് പൊട്ടി. കുടൽമാലകൾ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് ചീറ്റി. അത് വാട്സപ്പിൽ ആ ചിത്രമുണ്ട്. കാലുകൾ 2ഉം ഇങ്ങോട്ട് തിരിഞ്ഞു കയറി ഒരു തവളയെ പോലെ. അല്ലാഹു ആ കുട്ടികൾ സ്വർഗം കൊടുക്കുമെന്നുള്ളതല്ലേ. 2ാമത്തെ കുട്ടി 4 ദിവസം മുമ്പ് മരിച്ചു, വെന്റിലേറ്ററിലായിരുന്നു. 3ാമത്തെ കുട്ടി ആദ്യത്തവൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം മരിച്ചു. 4ാമത്തെ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററില്ല. അല്ലാഹു ഖൈറാണെങ്കിൽ ജീവിതം കൊടുക്കട്ടെ, മരണമാണ് ഖൈറെങ്കിൽ ഈമാൻ കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ആലോചിച്ചു നോക്ക്. ഉള്ളാടംകുന്നിലെ ചെറുപ്പക്കാരെ, മഞ്ചേരി അങ്ങാടിയിലൂടെ കുതിച്ചു പായുന്നവരെ, ഞാൻ നിങ്ങളുടെ സ്പീഡിനെയല്ല വിമർശിക്കുന്നത്, നിങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനെയുമല്ല. ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചിട്ടും പടച്ചതമ്പുരാൻ നമുക്ക് അപകടം തന്നിട്ടില്ലല്ലോ. പൊന്നുമോനെ, നിന്റെ ഉമ്മച്ചിക്ക് അല്ലാഹു ക്യാൻസർ കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കാതിരിക്കട്ടെ. ഞാനിത് പറയുമ്പോ എന്റെ ഉമ്മയെ ഓർക്കുകയാ. എല്ലാവർക്കും ഉമ്മയോട് സ്നേഹം ഉണ്ടാവില്ലേ? ഉമ്മക്ക് ക്യാൻസർ വന്ന് നരകിക്കുന്നതെന്ന് ആലോചിക്ക്. തന്നിട്ടില്ലല്ലോ അല്ലാഹു. നിന്റെ ഉപ്പാക്ക് ക്യാൻസർ വന്നിട്ട് കിടക്കുന്ന ആലോചിക്ക്. തന്നിട്ടില്ലല്ലോ അല്ലാഹു. നമ്മുടെ പോലെ യുവാക്കള് വീൽ ചെയറിലുള്ളവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരുണ്ട്. തന്നിട്ടില്ലല്ലോ അല്ലാഹു നമുക്ക്. മുഅ്മിനേ, കാപ്പാടെന്ന് പറയുന്ന കോഴിക്കോട്ടെ കൊയിലാണ്ടി റോഡിലെ കാപ്പാടെന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 30 കൊല്ലക്കാലം UAE ഷാർജയിൽ ജോലി ചെയ്തു നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹത്തിന്റെ മകൻ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. അവന്റെ ശരീരം ചീർത്തുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലൈസ് ചെയ്തു. പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് മുറിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെ ചെയ്യാനുള്ള സങ്കീർണമായ ഓപ്പറേഷനെ കുറിച്ച് അവരോട് പറഞ്ഞു. അതിസമ്പന്നനായ ദീനിനു വേണ്ടി ഒരുപാട് സംഭാവന ചെയ്ത നല്ലൊരു മനുഷ്യന്റെ മകൻ പഠിച്ചു. അത് ഓപ്പറേഷൻ കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഓപ്പറേഷൻ കഴിഞ്ഞു. പല ഭാഗങ്ങളിലായി ഓപ്പറേഷൻ കഴിഞ്ഞു. 5 or 6 ഓപ്പറേഷൻ അവൻ ചെയ്തു. ഹൃദയത്തിന്റെ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അവന് സംസാരമില്ലാതെയായി. കൊണ്ടുപോയി വീണ്ടും ഒന്നുകൂടി കീറി. 3 ദിവസം മുമ്പ് കൊണ്ടുപോയതോ ഹോസ്പിറ്റലിലോ ആണ്, കൃത്യമായി എനിക്കറിയില്ല. വീണ്ടും അവിടെ തന്നെ കീറി. പിന്നെ ആ സഹോദരൻ കണ്ണടച്ചിട്ടില്ല മുഅ്മിനേ, സംസാരിച്ചിട്ടില്ല മുഅ്മിനേ. ഇതൊരുപാട് മാസങ്ങളോ വർഷങ്ങളോ മുമ്പ്. ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. കണ്ണു തുറന്നേ കിടക്കുകയാ. വാക്കിൽ നിന്ന് ഉമ്മ എന്നൊരു വിളി മുഴങ്ങിയിട്ടില്ല. ഉമ്മച്ചി നേരാത്ത നേർച്ചയില്ല. ജോലി മതിയാക്കി ഉപ്പ വന്നു. സകല സമ്പത്തും അവന് വേണ്ടി ചെലവഴിച്ചു. സാധ്യമായ ചികിത്സകളൊക്കെ കൊടുത്തു. മിണ്ടാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാരെ, അല്ലാഹ് വാത്സല്യമല്ലേ നമ്മളോട് കാണിച്ചത്? കരുണയല്ലേ മുത്തേ നമ്മളോട് കാണിച്ചത്? ഈ പള്ളിയിൽ നിന്ന് സുബഹിക്ക് നല്ല തണുപ്പുള്ള പ്രദേശമാ, മരങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമാ. സുബഹി ബാങ്ക് മുഴങ്ങുമ്പോ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അല്ലാഹുവേ, എന്റെ പ്രാണേശ്വര, എന്റെ പ്രാണനാഥ എന്നൊന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല. മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയാൻ പറ്റില്ല. മുഅ്മിനീങ്ങളെ, പറ്റില്ല. നിങ്ങൾക്കറിയും ഖബറും മൈസൂരും കേട്ടാൽ, പക്ഷെ നിങ്ങളൊക്കെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ച ഒരാൾക്ക് സ്നേഹിക്കുന്ന ഒരാളോട് ഇത് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ സ്നേഹം നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. നമ്മുടെ ദുനിയാവിലെ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ 5 ഫോർവേഡ് ചെയ്യും. അപ്പൊ ഈ മാണിക്കല്ല് എഴുതി, ഓ ആള് എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹം, എന്തായാലും ഇത് നമുക്ക് വേറെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ദുനിയാവിലെ സ്നേഹം.
നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുവെങ്കിൽ ഒരു മയത്തിൽ പ്രണയിച്ചാൽ മതി. അള്ളാഹുവിനെയും റസൂലിനെയും അസായക്കൂന പറയുന്ന കയ്യൂമമ്മ അവൻ എന്തെങ്കിലും നിന്റെ ശത്രുവാകാൻ സാധ്യതയുണ്ട്. വാട്സാപ്പിൽ നീ അയച്ചു കൊടുത്ത ഫോട്ടോ അവൻ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. വളരെ പ്രത്യേക ഇന്റർനെറ്റ് ഒന്നും പറഞ്ഞില്ല.